Hi everyone, welcome to Basic Chemistry. Today we are discussing HSST Chemistry syllabus. അപ്പോൾ HSST Chemistry syllabusലെ മൊഡ്യൂൾ 10 മൊഡ്യൂളായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മൊഡ്യൂൾ 1 Inorganic Chemistry 1, മൊഡ്യൂൾ 2 Inorganic Chemistry 2, മൊഡ്യൂൾ 3 Inorganic Chemistry 3, മൊഡ്യൂൾ 4 ആണ് Organic Chemistry 1, മൊഡ്യൂൾ 5 Organic Chemistry 2, മൊഡ്യൂൾ 6 Organic Chemistry 3, മൊഡ്യൂൾ 7 Physical Chemistry 1, Module 8 Physical Chemistry 2, Module 9 Physical Chemistry 3, then Module 10 Analytical Environmental Material Supramolecular Chemistry. അപ്പോൾ ഇങ്ങനെ മൊഡ്യൂൾ 10 മൊഡ്യൂൾസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ഫസ്റ്റ് 3 മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3 ആയിട്ടുള്ളത് ഇനോർഗാനിക് കെമിസ്ട്രി. അത് 1, 2, 3 കാറ്റഗറൈസ് ചെയ്തിട്ടാണുള്ളത്, ചാപ്റ്റർ വൈസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടാണുള്ളത്. അതുപോലെ തന്നെ മൊഡ്യൂൾ 4, 5, 6 ഓർഗാനിക് കെമിസ്ട്രി 1ഉം 2ഉം 3ഉം വരുന്നത്. അതുപോലെ മൊഡ്യൂൾ 7 ഫിസിക്കൽ കെമിസ്ട്രി സെയിം തന്നെ ഫിസിക്കൽ കെമിസ്ട്രി 1ഉം 2ഉം 3ഉമായിട്ട് ആണ് ചാപ്റ്റർ കൊടുത്തിട്ടുള്ളത്. ലാസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള അനലിറ്റിക്കൽ എൻവയോൺമെൻറ്റൽ മെറ്റീരിയൽ ആൻഡ് സുപ്രാമോളിക്കുലർ കെമിസ്ട്രി അത് ഒരൊറ്റ മൊഡ്യൂളിൽ ലാസ്റ്റ് മൊഡ്യൂളിലാണ് അത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഇനോർഗാനിക് കെമിസ്ട്രി 3 മൊഡ്യൂളിലും 8 മാർക്കാണ്. അതുപോലെ ഓർഗാനിക് കെമിസ്ട്രിയും സെയിം തന്നെയാണ്, 8 മാർക്കാണ് 3 മൊഡ്യൂളിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഫിസിക്കൽ കെമിസ്ട്രി പക്ഷേ 5 മാർക്കാണ്, 1ഉം 2ഉം 3ഉം 5 മാർക്സാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ മൊഡ്യൂൾ 10 അനലിറ്റിക്കൽ എൻവയോൺമെൻറ്റൽ മെറ്റീരിയൽ സൂപ്രാമോളിക്കുലർ കെമിസ്ട്രി വരുന്നത് 7 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ചാപ്റ്റർ പറയുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്നത് സ്ട്രക്ചർ, ബോണ്ടിങ് ഇൻ മോളിക്യൂൾസ്, കെമിക്കൽ പീരിയോഡിസിറ്റി, കെമിസ്ട്രി ഓഫ് ഹൈഡ്രജൻ ആൻഡ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്, കെമിസ്ട്രി ഓഫ് പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആൻഡ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്, extraction of chemistry of various metals of commercial importance, chemistry of non-transition elements like glass. പിന്നെ അവിടെ വരുന്നത് അതായത് ആദ്യം ബോണ്ടിങ് സ്ട്രക്ചർ, കെമിക്കൽ ബോണ്ടിങ് അതുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്സാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൽ തന്നെ വരുന്ന തിയറീസ് ഓഫ് ആസിഡ് ബേസ്, HSAB പ്രിൻസിപ്പിൾ വരുന്നുണ്ട് അവിടെ. സോൾവെൻറ്റ് എഫക്ട്സ്, ലീനിയർ ഫ്രീ എനർജി റിലേഷൻഷിപ്പ് മെക്കാനിസം, മെത്തേഡ്സ് ഓഫ് ഡിറ്റർമിനേഷൻ ഓഫ് സൂപ്പർ ആസിഡ്സ്, റിയാക്ഷൻ ഇൻ നോൺ അക്വസ് സോൾവെൻറ്റ്സ്, protic and aprotic solvents, chemistry of isopoly and heteropoly acids, silicon oxygen compounds, zeolites, xenon and krypton compounds included their organic and coordination compounds. അതിൽ തന്നെ വരുന്നതാണ് സിന്തസിസ്, റിയാക്ഷൻസും സ്ട്രക്ചർ ആൻഡ് ബോണ്ടിങ് ഇൻ സൾഫർ നൈട്രജൻ കോമ്പൗണ്ട്സ്. അതായത് മൊഡ്യൂൾ 1 തന്നെയാണ് സൾഫർ ഫോസ്ഫറസ് കോമ്പൗണ്ട്സ്, ഫോസ്ഫറസ് നൈട്രജൻ കോമ്പൗണ്ട്സ്, ബോറോൺ നൈട്രജൻ കോമ്പൗണ്ട്സ്, ബോറോൺ ഹൈഡ്രൈഡ്സ്, ഓർഗാനോബോറൈൻസ്, കാർബോറൈൻസ് ആൻഡ് മെറ്റലോകാർബറൈൻസ്, സ്റ്റിക്സ് നമ്പർ, അതുപോലെ വെയ്റ്റ്സ് റൂളും. അപ്പോൾ ഇതൊക്കെ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ വരുന്നതാണ്. ബോറൈൻസ് എന്നുള്ള ചാപ്റ്ററിൽ തന്നെ കൊടുത്തിട്ടുള്ളതാണ്, ഇവിടെ സെപ്പറേറ്റ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ കെമിസ്ട്രി ഓഫ് ലാന്തനൈറ്റ്സും ആക്ടിനൈറ്റ്സും ഇൻക്ലൂഡിങ് ദിയർ എക്സ്ട്രാക്ഷൻ ആപ്ലിക്കേഷൻ ആസ് വെൽ ആസ് ദിയർ കോർഡിനേഷൻ കോംപ്ലക്സസ് ആൻഡ് സ്പെക്ട്രൽ ബിഹേവിയർ. നെക്സ്റ്റ് പറയുന്നത് തിയറീസ് ഓഫ് കോർഡിനേഷൻ. അപ്പോൾ ഇവിടെ കോർഡിനേഷൻ കോമ്പൗണ്ട്സുള്ള ചാപ്റ്ററും കൂടെ അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് തിയറീസ് കോർഡിനേഷൻ കെമിസ്ട്രിയിൽ വരുന്ന വേർണേഴ്സ് തിയറി ഉണ്ട്, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ഉണ്ട്, ലിഗാൻഡ് ഫീൽഡ് തിയറി, molecular orbital theory, stereochemistry of coordination compounds, John Teller distortions, detailed stability and reaction of metal complexes, electron transfer, substitution and photochemical reaction and their kinetics. നെക്സ്റ്റ് വരുന്ന മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2നും 8 മാർക്കാണ്. അതും ഇനോർഗാനിക് കെമിസ്ട്രി തന്നെയാണ്. അവിടെ വരുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് എനർജി ലെവൽ ഡയഗ്രാം, കോറിലേഷൻ ഡയഗ്രാം, മെത്തേഡ്സ് ഓഫ് ഡിസൈനിങ് സിമെട്രി, ടേം സിമ്പൽ, കോറിലേഷൻ ഡയഗ്രാം. ഇപ്പോൾ D10 അയൺസ് ഒക്ടാഹെഡ്രൽ ടെട്രാഹെഡ്രൽ ഫീൽഡ്സ്. അപ്പോൾ ഓർഗലം, ടെനാപ്പ, സുഗാനോ ഡയഗ്രാംസ്, സിമെട്രി ആൻഡ് സെലക്ഷൻ റൂൾസ് ഫോർ ഇലക്ട്രോണിക് സ്പെക്ട്രം, IR and Raman theory, electronic IR, theory of electronic IR, NMR, ESR and MOSFET spectra of complexes, different aspects of magnetic properties of complexes and their determination. അപ്പോൾ അവിടെ ടേം സിമ്പിൾസ് അടങ്ങിയിട്ടുള്ള ആ ഒരു ഇനോർഗാനിക് പാർട്ടാണ് വരുന്നത്. നെക്സ്റ്റ് സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ്സ് ഇൻ ഇനോർഗാനിക് കെമിസ്ട്രി, സ്ട്രക്ചറൽ എലുസിഡേഷൻ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ദ വോളിയം ഫോർ ദ ഫോളോയിങ് മോളിക്യൂൾസ് ions as ligands. അതിൽ NH3, H2O, CO, NO, OH minus, SO2 minus, N minus, SN minus, NO minus, NO, C3CO minus and X minus. Changes in ligand vibration on coordination like with the metal ions, CD and ORD spectra of metal complexes, a number of metal nucleides with the emphasis on
B11, P31, F19 NMR, ESS spectrum, application to copper-2 complexes and inorganic free radicals such as Ph4, F minus and Ph minus. MOSFET spectroscopy, application of the techniques of the studies of fine and thin complexes. അതൊക്കെ ആ ഒരു മൊഡ്യൂൾ 2ലാണ് വരുന്നത്. നോമൻക്ലേച്ചർ, സിന്തസിസ്, സ്ട്രക്ചർ, പ്രോപ്പർട്ടീസ് ആൻഡ് ബോണ്ടിങ് ഓഫ് ഓർഗാനോമെറ്റൽ. അപ്പോൾ നെക്സ്റ്റ് സെഷൻ മൊത്തം വരുന്ന ഓർഗാനോമെറ്റൽ സെഷൻസ് ആണ്. മെറ്റൽ, കാർബണേറ്റ് ആൻഡ് സയനൈഡ്സ്, കോംപ്ലക്സസ് വിത്ത് ലീനിയർ pi donor ligands, olefins, acetylene, dienes, and aryl complexes. Complexes with cyclic pi donors, so cyclopentadiene and benzene, complex structure and bonding of ferrocene and dibenzene, chromium complexes, metal bonds and metal ion atomic clusters, tri, tetra, and hexanuclear clusters, isoelectronic and isolabile relationships, low nuclearity and high nuclearity carbonyl clusters. Okay, then cubine clusters, chalcogenate clusters and several phases, central anions and cations, captive role of catalysis by organometalysis compounds and metal clusters, hydrogenation, hydroformylation and polymerization. അതൊക്കെ ആ ഒരു പാർട്ടിൽ വരുന്നതാണ്. നെക്സ്റ്റ് വരുന്ന എസെൻഷ്യൽ ആൻഡ് ട്രൈസ് മെറ്റൽ എലമെൻറ്റ്സ് ആൻഡ് ബയോളജിക്കൽ സിസ്റ്റംസ്. അപ്പോൾ അവിടെ നമുക്ക് ബയോമോളിക്യൂൾസിൽ ആ ഒരു കണ്ടൻസ് വരുന്നുണ്ട്. റോൾ ഓഫ് അയണും കാൽഷ്യം, കോപ്പർ, ലിഥിയം, അലുമിനിയം, മെഗ്നീഷ്യം ആൻഡ് അതർ മെറ്റൽസ് ആൻഡ് ബയോളജിക്കൽ സിസ്റ്റംസ് ആൻഡ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ്, ബയോളജിക്കൽ മെംബ്രെയിൻസ്, mechanism of ion transport across membrane, sodium potassium cucumber, role and effects, coenzymes, cytochromes, chlorophylls and hormones, photosynthesis, porphyrin ring system, chlorophyll, PS1, PS2, photosynthesis 1, photosynthesis 2, synthetic model of photosynthesis, inorganic medicine, chemistry, metals and medicine. അപ്പോൾ ഇത് ഫോട്ടോസിന്തസിസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പാർട്സ്, അതായത് ബയോ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ വരുന്ന അതും കൂടി ഈ മൊഡ്യൂൾ 2 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി മൊഡ്യൂൾ 3 വരുന്നത് അതും 8 മാർക്കാണ്. ഇനോർഗാനിക് കെമിസ്ട്രി 3 ന്യൂക്ലിയർ റിയാക്ഷൻസ് ആണ്. അപ്പോൾ അവിടെ വരുന്ന ന്യൂക്ലിയർ റിയാക്ടറും ന്യൂക്ലിയർ ആയിട്ടുള്ള ബന്ധപ്പെട്ട സ്ട്രക്ചർ, ഇൻസ്റ്റബിലിറ്റി, മാജിക് നമ്പേഴ്സ്, ഡീറ്റെയിൽ സ്റ്റഡി ഓഫ് ഡിഫറെൻറ്റ് ന്യൂക്ലിയർ മോഡൽസ്, റേഡിയോ active equilibrium and equations of radioactive decay and growth, the nuclear reactions, direct nuclear reactions, heavy ion induced nuclear reactions, photonuclear reaction, neutron capture, cross section and critical size application, nuclear reactions, fission and fusions, neutron activation analysis, counting techniques, solid state chemistry, crystal symmetry, point group and സ്പേസ്. അപ്പം നെക്സ്റ്റ് വരുന്നത് സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രി ആണ്. അപ്പോൾ അതിൻ്റെ മിനറൽ ബേസസും ബ്രെവിയസ് ലാറ്റിസസും ക്ലോസ് ഫാക്ടർ, BCC, FCC, HCP, ഓയിഡ്സ്, കോർഡിനേഷൻ നമ്പർ. അതിൽ തന്നെ എക്സ്റേ ഡൈഫ്രാക്ഷൻ ബൈ ക്രിസ്റ്റൽസ്, അപ്ലിക്കേഷൻ ആൻഡ് കാൽക്കുലേഷൻ യൂസ് ബ്രാഗ്സ് ഇക്വേഷൻ ആൻഡ് ഇൻഡെക്സിങ് മെത്തേഡ്സ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽസ്, ഡിഫറെൻറ്റ് ക്രിസ്റ്റൽ ഡിഫക്ട്സ് ആൻഡ് കോൺസിക്വൻസ്. പിന്നെയുള്ള ഇലക്ട്രോണിക് സ്ട്രക്ചർ സോളിഡ്സ്, അതിൽ തന്നെ ഡിഫറെൻറ്റ് ഏരിയസ്, കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് അപ്ലിക്കേഷൻസ്, ഡോപ്പിങ്ങും ബാൻഡ് ഗ്യാപ്പ് അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ അതിൽ AX2, AMX2, ABX3, സ്പൈനൽസ് ആൻഡ് ഇൻവേഴ്സ് സ്പൈനൽ സ്ട്രക്ചർ ഓഫ് തിയറി ഓഫ് ലിക്വിഡ് ക്രിസ്റ്റൽസ് ആൻഡ് ദിയർ അപ്ലിക്കേഷൻസ്. അപ്പോൾ അതിൽ ലിക്വിഡ് ചാപ്റ്ററും സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ് ഒക്കെ അവിടെ വന്നു. പിന്നെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് കണ്ടക്ടിവിറ്റി, കാരിയർ ഡെൻസിറ്റി ആൻഡ് കാരിയർ മൊബിലിറ്റി ഇൻ സെമി കണ്ടക്ടർ semiconductors, superconductivity, photoconductivity, photovoltaic effect. Then color in inorganic solids, dielectric properties, dielectric material, ferroelectricity, pyroelectricity, piezoelectricity and ionic conductivity, applications of ferropiezo and pyroelectrics. Then inorganic advanced materials, solid electrolyte, mixed oxides, cationic, anionic, solid electrolytes, mixed ionic electronic conductors, solid oxide fuels as rechargeable battery materials, solid state chemistry of metal, nitrates and fluorides, chalcogenides, intercalation chemistry and metal rich phase, inorganic pigments, inorganic phosphorus molecular materials and fluorides. Basic idea of molecular materials chemistry like one-dimensional metals, molecular magnets and inorganic liquid crystals. ഇതൊക്കെയാണ് മൊഡ്യൂൾ 3 ഇനോർഗാനിക് കെമിസ്ട്രി 3 8 മാർക്കിൽ വരുന്ന ചാപ്റ്റേഴ്സും അതിൻ്റെ ടോപ്പിക്സൊക്കെ. പിന്നെ വരുന്ന മൊഡ്യൂൾ 4 ആണ്, 8 മാർക്കാണ് ഓർഗാനിക് കെമിസ്ട്രി 1. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് വരുന്ന ഓർഗാനിക് ചാപ്റ്റേഴ്സാണ് വരുന്നത്. ഓർഗാനിക് ചാപ്റ്റേഴ്സ് അല്ല, മൊഡ്യൂൾസ് ആയിട്ട് വരുന്നത്. അതിൽ തന്നെ കുറേ ചാപ്റ്റേഴ്സ് വരുന്നതായിരിക്കും. Nomenclature of organic compounds, cyclic, fused, polycyclic and bridge polycyclic hydrocarbons, bridge and fused hydrocarbon systems, spirocyclic hydrocarbon systems, heterocyclic systems containing nitrogen and oxygen. അപ്പോൾ അവിടെയൊക്കെ ഹൈഡ്രോസൈക്ലിക് പാർട്സ് ആണ് വരുന്നത്. പിന്നെ മോളിക്കുലർ സിമെട്രി, കൈറാലിറ്റി, അതായത് കൈറാലിറ്റി,
stereochemistry ഉള്ള chirality, planar chirality, helicity, relative configuration, stereochemical domain, RS, അതുപോലെ ഇ ആൻഡ് എസ്, ഇ ആൻഡ് സെറ്റ് ഉള്ള stereochemical nomenclature important ആണ്. Stereochemistry of biphenyl and allenes, topicity and pro-stereo isomerism, asymmetric synthesis, axial stereochemistry, atrope isomerism and its designation, biphenyls, allenes, spirans, M and P configuration, stereoselectivity, inertial selectivity, diastereoselectivity and convergence, stereo-specific and stereo-selective synthesis. Stereotopicity, stereo projections, prochirals and prochiral phases. Then prochiral R and S, RE phase and SI phase. Importance of prochirality in biological systems, geometrical isomerism, conformational analysis in acyclic and cyclic systems, applications of Kram's ruler, Felkin and model. Then basic concept of organic chemistry, electron displacement effects, aromaticity and anti-aromaticity, non-aromatic, homoaromatic, hetero and non-menstrual aromatic systems, aromaticity of annuls, annulenes, mesoionic compounds, metallocenes, cyclic carbocations and carbanions. Mechanism and applications of common substitution, addition, elimination and rearrangement reactions, stereochemistry and factors affecting aliphatic and aromatic. അതിൻ്റെ SN1 SN2 റിയാക്ഷൻസ്, SN1 SN2, അതുപോലെ SNI SNER and benzyne mechanism, NGP and non-classical carbocations, addition and reactions of nitrates, carbenes and free radical like triphenyl methyl, TEMPO, dibenzoyl peroxide, NBS, tributyl tin hydrate, AIBN, chlorination of alkane, addition of HX, SRN1 mechanism, acyloin condensation, alkyne coupling reactions, Riemann Smear Hack reactions, Mr. reactions, and Chichib-Babin reactions. Mechanism of addition of H2O, X2, HX and boron C double bond C systems, cis and trans hydroxylation of cycloalkane, mechanism and application of Michael addition and Robinson annulation, Alder condensation, Stock and enamel, Cannizzaro, Perkin, Ritter, Stauber, Novenagel, Darson, Deformansky and benzoin condensation, Grignard, managed top reactions and Dickman condensation. Mechanism and regio and stereo aspects of E1, E2, E1, ZP reactions in cyclic and acyclic system. Hoffman and the states of elimination of versus substitution. Mechanism and applications of Shapiro reactions. Patterson and Julia olefination, Wittig and Wittig-Horner reactions, Chugave reactions, Cobb elimination, sodium in liquid ammonia and Linda's catalyst in conversion of alkanes to alkenes. അതൊക്കെയാണ് മൊഡ്യൂൾ 1 വരുന്നത്. ഇനി മൊഡ്യൂൾ അതായത് ഓർഗാനിക് കെമിസ്ട്രി 1 വരുന്ന മൊഡ്യൂൾ 4 വരുന്നത്. ഇനി മൊഡ്യൂൾ 5 വരുന്ന ഓർഗാനിക് കെമിസ്ട്രി 2 വരുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. മെക്കാനിസം വിത്ത് എവിഡൻസ് ഓഫ് വാഗ്നം മെർവിൻ. അപ്പോൾ കുറേ റിയാക്ഷൻസ് ആണ് മെക്കാനിസംസ് ഉള്ള. വാഗ്നം മെർവിനും പൈനക്കോളും ഡംജനോവ് ഹോഫ്മാൻ കർട്ടിയസ് സ്മിത്ത് ലോസൺ ബെക്ക്മാൻ ഫ്രൈസ് ഹോഫ്മാൻ Matthias, dienol, phenol, benzylic acid, benzidine, Favorsky, Stephens, and Wolff rearrangement. Then oxidation and reduction reactions in organic synthesis, reduction using boranes, hindered boranes and derivatives, sodium borohydrate, lithium aluminum hydrate, diazobutyl aluminum hydrate, tri and butyl hydrate, diamide, and aluminum alkoxide. Birch reduction, Clemens reduction, and Wolff-Kishner reduction. Hong and Milne modification, Rossmann reduction, allylic and benzylic oxidation, Sharpless epoxide, oxidation using ACO2 magnets for oxide lead tetrastate, ozonide, paracids, DDQ, silver, silver carbonate and chromium for reagents, Jones oxidation. Then next is Schwann's oxidation. Epoxide oxidation is ACO2 manganese peroxide, tetrasterone and paracids, morphite oxidation, Soublet reactions, application of HAO for OSO4 and MCPB, metachloroperbenzoic acid. Then linear free energy relations are Hammett equation and applications, significance of sigma and
row reactions with negative and positive row, low and high row, abnormal Hammett plot, Taft equations, Hamlet plot, applications, and primary, secondary, inverse kinetic isotopes, salt effects, special salt effect, the SN reactions, അങ്ങനെ വരുന്നു. നെക്സ്റ്റ് റെട്രോസിന്തറ്റിക് അനാലിസിസ് ആണ് ആൻഡ് ഡിസ്കഷൻ അപ്രോച്ച് ഇൻ ഓർഗാനിക് സിന്തസിസ്, ഓലഫിൻ മെറ്റാത്തസിസം, ഗ്രബ്സ് കാറ്റലൈസിസം, അബ്ലോങ് കൺസെപ്റ്റ്, 1,3-diethylene benzoin condensation, Heck and Negishi, Sonakishiro, Komodo, Stirling coupling and Suzuki couplings. അതിൽ കപ്ലിങ്സും അങ്ങനെ കുറച്ച് ടോപ്പിക്സ് വരും. യൂസ് ഓഫ് വേരിയസ് ഓർഗാനിക്, ഇനോർഗാനിക് ആൻഡ് ഓർഗാനോമെറ്റൽ റിയേജൻസ് ഇൻ ഓർഗാനിക് സിന്തസിസ്, ഗ്രീനാർ റിയേജൻറ്റ്, അതുപോലെ ആൽക്കൈൽ ലിഥിയം, ലിഥിയം ഡൈആൽക്കൈൽ കുപ്രേറ്റ്സ്, ആൽക്കൈനിൽ കോപ്പർ റിയേജൻസ്, ടെബെ റിയേജൻസും എക്സെട്ര. യൂസ് ഓഫ് വേരിയസ് പ്രൊട്ടക്റ്റിംഗ് ഗ്രൂപ്പ്സ്, പെപ്റ്റൈഡ് സിന്തസിസിനും ഫേസ് ട്രാൻസ്ഫർ കാറ്റലിസിസ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. പിന്നെ വരുന്ന മൊഡ്യൂൾ 6 ഓർഗാനിക് കെമിസ്ട്രി 3 വരുന്നത് സെയിം 8 മാർക്ക് തന്നെയാണ്, ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ അവിടെ സിംഗ്ലറ്റും ട്രിപ്ലറ്റും ആൻഡ് റിയാക്ടിവിറ്റി, ജോബിലാൻസ്കി ഡയഗ്രാം, എനർജി ട്രാൻസ്ഫർ, സെൻസിറ്റൈസേഷൻ, ക്വെഞ്ചിങ്ങും ഫോട്ടോ റിയാക്ഷൻസും, കാർബൺ കോമ്പൗണ്ട്സ്, ഈൻസ്, ഡൈൻസ് ആൻഡ് അറീൻസ്, ബറ്റാണബുച്ചി, ബാർട്ടൺ റിയാക്ഷൻ, ഹോഫ്മാൻ, ഡോഫ്ലർ, Freytag reactions, photophytes and dipymethane rearrangement applications, photochemistry. Classification of pericyclic reactions, FMO reaction, correlation diagram, Mobius and Huckel theory of electrocyclic and cycloaddition reactions, stereo and region selectivity in interstitial application, dials and these other reactions, dipole and cycloaddition, sigma-tropic rearrangements. And chemistry of natural products, terpenes and steroids, alkaloids, carbohydrates, proteins, nucleic acids, vitamins, prostaglandins, hormones and enzymes. Then combinatorial organic synthesis, introduction methodology, automations already supported, and solution phase synthesis, study of target of focused libraries and small molecule libraries. Then application drug design and development of various steps. Fundamental of polymerization, that is structural property relation polymers and polynucleotides of protein sequencing by Edman's method. Proteins denaturation synthesis of stereoirregular polymers, cyclinated catalyst, polymer in organic synthesis, supports reagents and catalyst, biodegradable polymers, biopolymers. Spectroscopy methods in organic chemistry, അതിൽ വരുന്ന ആപ്ലിക്കേഷൻസ് യോവിയും IR, proton NMR, C13 NMR and mass spectroscopy. 2D NMR techniques, NOE, depth, and 2D techniques of COSY, HSQC, HMQC and HMPC. Spectral interpretations and structural illustration, solving of structural problems on the basis of numerical and spectrum-based data. ORD and CD theory and applications. അപ്പോൾ അത്രയാണ് ഓർഗാനിക് കെമിസ്ട്രി 3 വരുന്നത്. ഇനി മൊഡ്യൂൾ 7ഉം 8ഉം 9ഉം വരുന്ന ഫിസിക്കൽ കെമിസ്ട്രിയാണ്. അതിൽ 5 മാർക്കാണ് അവിടെ വരുന്നത്. അതിൽ ഗ്യാസ് സ്റ്റേറ്റ്, ലിക്വിഡ്സ്, തെർമോഡൈനമിക്സ്, സ്റ്റാറ്റിക് തെർമോഡൈനമിക്സ് ആണ്. ഗ്യാസ് സ്റ്റേറ്റിൽ മാക്സ്വെൽ ഡിസ്ട്രിബ്യൂഷനും വേരിയസ് ഇക്വേഷൻസ്, അതുപോലെ ട്രാൻസ്പോർട്ട് ഫിനോമിന, ചാപ്മാൻ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്, റിയൽ ഗ്യാസസ്, വണ്ടർവാൾസ്, വേരിയൽ, viral and other equations, intermolecular forces of and conjugation. Electronic structure of solids, symmetry in theories of solids, properties of solids, electrical, magnetic and optical crystal defects in structure and theories of liquids, XRD of liquids, theories and calculation of surface tension and viscosity liquids, crystals and their application. Next is the laws of thermodynamics, entropy and its dependence on variable of a system. Equations of state, Euler's reactions, Gibbs and Helmholtz equations, energies, Maxwell's relation, Gibbs-Duhem equation, partial molar quantities, chemical potential, fugacity, activity coefficient, thermodynamic of solution, Duhem-Marcus equation, Van Hoff's equation, isochore and isotherm, thermodynamic of irreversible process, fundamentals and advancing study of phase equilibrium 2 and 3 component system. Then statistical thermodynamics, molecular partition function, quantum statistics, heat capacities of solid and gases, relationship between partition functions and thermodynamics properties, Sacco-Tetrode equations, the principles of equipartition of energy. Then chemical equilibrium, law of mass action, transformation of equilibrium, expression, statistical derivation. Next module 8 വരുന്ന 5 മാർക്കാണ് ഫിസിക്കൽ കെമിസ്ട്രിയിൽ the gas solid interface. Types of adsorption, monolayer and multilayer adsorption, isotherm, heat of adsorption and its
determination, adsorption from solution, determination, surface area of solid, Harkin's Jura absolute method, point B method, laminar method, BET method, principles of lead, SEM, TEM, ASA, ECSA, and photoelectron spectroscopy, scanning probe microscopy, Auger electron spectroscopy. Then electrochemistry and ionics, activity constant electrolytes, determination of activity function, electrodes and electrochemical cells, and studied by Huckel, Onsager equation, over potential, Butler-Volmer equation, Tafel and Nernst equation, Tafel plotter, and its equivalence, electrolytic polarization, fuel cells, H2O2, zinc, air, solid oxide fuel cells, theory and application of electroanalytical methods, potentiometry, polarography, colorimetry, conductometry, cyclic voltammetry, stripping voltammetry, and amperometry colloids, zeta potential electrokinetic phenomena. Next, basic principles of kinetics. Kinetics of complex reaction, steady state approximation, theories of reaction rates, Arrhenius equation, fast reaction and methods,